വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന അമേരിക്കയുമായിട്ടുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഇറാൻ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടെന്ന് ചില ഇറാൻ കേന്ദ്രങ്ങൾ തന്നെ പറഞ്ഞതായിട്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അവസാനിക്കുവാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങളിലേക്ക് തിരികെ വരാൻ ഇറാന്റെ മുന്നിലെ ഏറ്റവും വലിയ തടസ്സം നമുക്കറിയാം ഈ ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കയുടെ നാവിക ഉപരോധമാണ്. ഇത് നീക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഇടപെടലുകളാണ് ഇപ്പോൾ ഏറെ നിർണായകമാകുന്നത്. എന്നാൽ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായി ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ വെടിനിർത്തൽ ലംഘനങ്ങൾ ഈ ഡിപ്ലോമസി പ്രക്രിയയ്ക്ക് വലിയ തടസ്സമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി കുറ്റപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറുമായിട്ട് ഇന്ന് അദ്ദേഹം ദീർഘനേരം ടെലിഫോണിൽ സംസാരിച്ചപ്പോഴാണ് ഈ എല്ലാ വശങ്ങളുമൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ ചർച്ചകൾക്കും തുടർ നടപടികളും ആലോചിക്കൂ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഈ ഭീഷണികൾക്ക് വഴങ്ങി യാതൊരുവിധ ചർച്ചകൾക്കും ഇറാൻ തയ്യാറല്ലെന്ന് ഈ ചർച്ചകൾ നയിക്കുന്ന ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖലിബാഫും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അമേരിക്ക ലക്ഷ്യമിടുന്നത് ഒരു ടേബിൾ ഓഫ് സറണ്ടർ അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് വന്ന് അവിടെ കീഴടങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം US വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് തിരിച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകൾ പകൽ മുഴുവൻ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം വാഷിംഗ്ടണിൽ തന്നെ തുടരുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇത് വൈറ്റ് ഹൗസ് ഉൾപ്പെടെ ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ഓർക്കണം. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് നാളെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ യുദ്ധം അവസാനിപ്പിക്കുവാൻ തനിക്ക് യാതൊരു ധൃതിയും ഇല്ലെന്നും എന്നാൽ ഇറാനുമായിട്ടുള്ള കൂടുതൽ ചർച്ചകൾ വൈകാതെ തന്നെ പാകിസ്ഥാനിൽ നടക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പകൽ വ്യക്തമാക്കിയത്. വെടിനിർത്തൽ കരാർ നീട്ടുവാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനുമായിട്ട് ഒരു അന്തിമ കരാറിൽ എത്തുന്നിടം വരെ ഇപ്പോഴത്തെ ഈ നാവിക ഉപരോധം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇറാന് മേൽ ഈ നാവിക ഉപരോധം തുടരുകയാണ്. ഇന്നലെ 27 കപ്പലുകൾ തിരികെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് തന്നെ തിരിച്ചയച്ചതായിട്ടാണ് അമേരിക്കൻ സൈന്യത്തിൽ